ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് ഫവാസ്. എൻ്റെ മകനിവിടെ 3.5 വർഷമായിട്ട് പഠിക്കുന്നു, ഹാറൂൻ ഫവാസ്. പ്രിപ്പയർഡ് ആയിട്ടൊന്നുമല്ല നമ്മൾ വിസ്മയ പ്രോഗ്രാമിന് വരാറുള്ളത്. മക്കൾ വരുന്നു, മക്കളോട് അങ്ങനെ തുറന്നു വിട്ടിട്ടുണ്ടാകും, അവർ ഒരുപാട് സ്ഥലത്ത് പോയി കളിക്കുന്നു. അവരുടെ പ്രോഗ്രാമിൻ്റെ സമയമാകുമ്പോൾ പിടിച്ചുകൊണ്ടുപോയി ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് ഇവിടെ വന്ന് അവർ ഡാൻസ് കളിക്കുന്നു. അത് കഴിഞ്ഞ് അവർ വളരെ ഇൻഫോർമലായിട്ടുള്ള പ്രോഗ്രാമാണെന്നുള്ളത് ആദ്യമായിട്ട് വരുന്നവർക്ക് എന്തായാലും പെട്ടെന്ന് ഒരു അൺയൂഷ്വലായിട്ട് ഫീൽ ചെയ്തേക്കാം. പക്ഷേ സ്ഥിരമായിട്ട് വരുന്നവർക്ക് ഇതന്നെയാണ് സാധാരണ വിസ്മയ പ്രോഗ്രാമിൻ്റെ സിറ്റുവേഷൻസ് ഉണ്ടാവാറുള്ളത്. പിന്നെ ഫീഡ്ബാക്ക് പോലെ എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങൾ, ഞാൻ ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മനസ്സിലാലോചിച്ച് വെച്ച 2 കാര്യങ്ങൾ. ഒന്ന് 2 പാരൻസ് എൻ്റെ അടുത്ത് കൺസേൺസ് ഇതുപോലെ നമ്മളിങ്ങനെ ഗ്രൂപ്പിലും അങ്ങനെ ഇങ്ങനെയൊക്കെ പരിചയപ്പെടുമ്പോൾ സമയത്ത് ചോദിക്കാറുണ്ടായിരുന്നൊരു കാര്യം, ഇത് കഴിഞ്ഞിപ്പോൾ മോണ്ടിസോറിയിൽ 4 വർഷം അല്ലെങ്കിൽ 2 വർഷം 3 വർഷമൊക്കെ കഴിഞ്ഞ് 5 വയസ്സ് 6 വയസ്സിലൊക്കെ സ്കൂളിലേക്കൊക്കെ ചേർക്കുന്ന സമയത്ത് എന്താവും, അല്ലെങ്കിൽ ഇങ്ങനെ ചേർത്ത് ഏതെങ്കിലുമൊക്കെ ഹിസ്റ്ററി നമ്മുടെ കുടുംബത്തിലൊക്കെ മോണ്ടിസോറിയിൽ പഠിച്ചതിന് ശേഷം 3ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്തിട്ട് കുട്ടി അടങ്ങിയിരിക്കുന്നില്ല എന്നുള്ള സ്കൂളിൽ നിന്നുള്ള പരാതിയുണ്ട്. കുട്ടികളെ അടങ്ങിയിരിക്കുമോ, ഓലെ എല്ലാം പഠിക്കണുണ്ടോ, എക്സാം ഇല്ലല്ലോ, ബുക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ എന്ത് പഠിച്ചു എന്ന് എങ്ങനെ മനസ്സിലാക്കി, ഇങ്ങനെയുള്ള ഒരുപാട് കൺസേൺസ് എല്ലാവർക്കും ഉണ്ടാവും. എനിക്കുണ്ട്, എൻ്റെ പാർട്ട്ണർ ദാരിസാക്കുണ്ട്. നമ്മളിത് എപ്പോഴും ഷെയർ ചെയ്യുന്ന കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുന്നുണ്ടോ, ഇവൻ എന്തായി പഠിക്കുന്നത്, ഇവൻ്റെ കയ്യിൽ ബുക്കില്ല, ഹോംവർക്ക് കുറച്ചൊക്കെ ഉണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, നോട്ട്ബുക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത്, അവൻ പഠിക്കുന്ന ചില സബ്ജക്റ്റുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാത്സ് എൻ്റെ മകൻ അത്യാവശ്യം വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അവൻ്റെ പ്രായത്തിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ മാത്സിൽ അവൻ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഞാൻ ഫിസിക്സ് അധ്യാപകനാണ്, എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ ക്ലാസ് എടുക്കുന്ന ആളാണ്. സോ മാത്സും ഫിസിക്സിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അതേസമയം മറ്റ് സബ്ജക്റ്റുകൾ അപ്പോൾ കുട്ടികളുടെ ഒരു പേസിനനുസരിച്ചാണ് അസീസാർ ക്ലാസ് എടുക്കുന്നത്. അസീസാർ എൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞത് ഞാൻ അതിൽ വിശ്വസിക്കുകയാണ്, കുട്ടികളുടെ ഒരു പേസിനനുസരിച്ച്. കാരണം 2ാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ ഞാൻ അതിൽ കൂടെ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ കുട്ടികളുടെ ഒരു പേസിനനുസരിച്ച് കുട്ടികൾക്ക് താല്പര്യമുള്ള സബ്ജക്റ്റുകളിൽ അവരെ പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുപോവുകയും അവർക്ക് താല്പര്യം കുറഞ്ഞ സബ്ജക്റ്റുകളാണെങ്കിൽ പതുക്കെ അവരുടേതായ ഒരു സ്പീഡിനനുസരിച്ചാണ് നമ്മൾ മോണ്ടിസോറിയിൽ ക്ലാസ്സുകൾ എടുത്തു പോകുന്നതെന്നാണ് അസീസാർ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഞാൻ വിശ്വസിക്കുന്നു. 2ാമത്തെ കാര്യം, നമ്മളെങ്ങനെയാണോ, അച്ഛനും അമ്മയും എങ്ങനെയാണോ, വാപ്പയും അമ്മയും എങ്ങനെയാണോ, നമ്മുടെ ക്യാരക്ടേഴ്സൊക്കെ തന്നെയാണ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാവുക. അതിന് ഒരു എക്സാമ്പിൾ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയെന്ന് പറയാനുള്ളത്, മോന് 2.5 വയസ്സിലാണ് മോണ്ടിസോറിയിൽ ഇവിടെ സ്റ്റെല്ലാറിൽ വരുന്നത്. അന്നൊരു പ്ലേ സ്കൂൾ എന്നുള്ള നിലയ്ക്കാണ് വന്നത്. അന്നത്തെ വിസ്മയ പ്രോഗ്രാമിൻ്റെ അന്ന് അവന് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. കുട്ടി കരയുക, പ്രോഗ്രാമിന് വരാൻ അവന് യാതൊരു താല്പര്യമില്ല. അന്ന് എനിക്ക് മനസ്സിലായത് കാര്യം, അവന് ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്, ആ പ്രായമല്ലേ ആയിട്ടുള്ളൂ. ആ സമയത്ത് ചെറിയൊരു പ്രോഗ്രാം, കുട്ടികളെല്ലാവരും കൂടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്, അതിലവനുണ്ട്. പക്ഷെ അവന് സ്റ്റേജിൽ കയറാനുള്ള പേടിയാണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. അസീസാറിൻ്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അന്നത്തെ പ്രോഗ്രാമിന് ഇന്ന് നിങ്ങൾ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് മനസ്സിലായി അവന് സ്റ്റേജിൽ കയറാനുള്ള പേടിയാണ്. കാരണം അത് മനസ്സിലായതിൻ്റെ കാരണം ഞാൻ പറയാം. വേറൊരു പോയിന്റ്, അത് കഴിഞ്ഞു അവൻ്റെ സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ ഗ്രൂപ്പ് പ്രോഗ്രാമിന് അവൻ കയറിയില്ല അന്ന്. ആ പ്രോഗ്രാം കഴിഞ്ഞതോടുകൂടി പിന്നെ അവന് യാതൊരു തരത്തിലുള്ള ഫിയറും ഇല്ല, ഇവിടെ ഓടിച്ചാടി നടന്ന് കളിക്കാൻ യാതൊരു പ്രശ്നമില്ല. പക്ഷെ ആ പ്രോഗ്രാം കഴിയുന്നത് വരെ കുട്ടി തോളത്തുനിന്ന് ഇറങ്ങിയിട്ടില്ലായിരുന്നു ആ സമയത്ത്. അതിന് കാരണം വേറൊന്നുമല്ല, ചെറുതാകുന്ന സമയത്ത് എനിക്കും സ്റ്റേജിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു. അപ്പം നമ്മളെങ്ങനെയാണോ, നമ്മുടെ ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെയാണ് മക്കൾക്കും കുറെ ഉണ്ടാവുക. അപ്പം എനിക്ക് മാത്സ് ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അപ്പോൾ മാത്സിൽ എൻ്റെ മോൻ അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതും, അതേസമയം ഹോംവർക്ക് എഴുതാൻ മടിയാണ് എന്നുള്ളത്, എനിക്ക് ഹോംവർക്ക് എഴുതാൻ മടിയായിരുന്നു. അപ്പം നമ്മളെങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കുറേയൊക്കെ നമ്മുടെ മക്കൾ. അപ്പോൾ സ്റ്റേജിൽ കയറാൻ പേടിയുള്ളവർ, സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പേടിയുള്ളവർ, മക്കളെ ഉന്തി തള്ളി വല്ലാണ്ട് ഒരു പരിധിക്കപ്പുറം തള്ളിക്കഴിഞ്ഞാൽ കുട്ടികൾ അത് ഇഷ്ടപ്പെടില്ല ആക്ച്വലി. അപ്പോൾ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാം. നമുക്ക് ഉണ്ടാകാതിരുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടാതിരുന്ന അവസരങ്ങൾക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം എന്നല്ലാതെ നമ്മളല്ലാത്ത കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ആ പ്രായത്തിൽ പേടി ഉണ്ടായിരുന്ന കാര്യങ്ങളിലേക്ക് കുട്ടികളെ മാത്രം ഉന്തി വിടാതിരിക്കുക എന്നുള്ളതും കൂടെ എൻ്റെ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് മലയാളം ഇംഗ്ലീഷൊക്കെ അക്ഷരങ്ങളൊക്കെ ഭയങ്കര വൃത്തിയിൽ എഴുതിയില്ലെങ്കിലും എനിക്ക് വലിയതായിട്ടൊന്നും തോന്നില്ല. കാരണം അത്ര വൃത്തിയിലുള്ള ഹാൻഡ് റൈറ്റിംഗ് എനിക്ക് ഉണ്ടായിരുന്നില്ല ആ സമയത്തൊന്നും എനിക്കറിയാം. അപ്പോൾ നമ്മളെങ്ങനെയാണോ നമ്മുടെയൊക്കെ പോലെയൊക്കെ തന്നെയാണ് നമ്മുടെ മക്കളും ഉണ്ടാവുക. അപ്പോൾ ആ തരത്തിലൊക്കെ, എന്നാൽ നമുക്ക് പുഷ് ചെയ്യണ്ട എന്നല്ല, കുട്ടികളെ അവർക്കുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ ആ പേടി, പണ്ട് സ്റ്റേജിൽ കയറാൻ എനിക്ക് പേടി ഉണ്ടായിരുന്നെങ്കിലും മക്കൾക്കും പേടി ഉണ്ടാകും, അതില്ലാതിരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം പറഞ്ഞു വന്നത്, ഈ കൺസേൺസ് സ്വാഭാവികമായിട്ടൊരു കൺസേൺഡ് ആയിട്ടുള്ള പാരന്റ് ആണെങ്കിൽ കുട്ടികൾക്കും ഈ കൺസേൺസ് ഉണ്ടാവും. അതേപോലെ തന്നെ വേറൊരു പോയിന്റ് എനിക്ക് അതിലേക്ക് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, നമ്മൾ ഒരു മോണ്ടിസോറി
പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവഞ്ച്വലി എന്തായാലും ഇതിപ്പോൾ ഹൈസ്കൂൾ വരെയൊന്നും ഈ സിസ്റ്റം നിലനിലില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് 1-ാം ക്ലാസ്സിനോ 2-ാം ക്ലാസ്സിനോ അല്ലെങ്കിൽ 4-ാം ക്ലാസ്സിനോ ഒക്കെ ഒരു ട്രഡീഷണൽ സ്കൂൾ സെറ്റപ്പിലേക്ക് പോകുമ്പോൾ എന്തായാലും അന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏത് സ്റ്റേജിൽ പോയി കഴിഞ്ഞാലും പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. നമ്മൾ എന്തായാലും അത് ആ സമയത്ത് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അത് എത്ര സമയം കുട്ടികൾ അല്ലെങ്കിൽ എത്ര കാലം കുട്ടികൾ നിങ്ങൾ മോണ്ടിസോറി ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റെല്ലാർ പോലത്തെ ഒരു സ്കൂളിൽ എത്ര കാലം മുന്നോട്ട് പോകണം എന്നുള്ളത് നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ്. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാനൊരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട്, അല്ലെങ്കിൽ അവൻ അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സ്റ്റെല്ലാറുള്ള കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. മറ്റുള്ള കാര്യങ്ങൾ ടീച്ചേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കാറുണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്. അപ്പോൾ ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള ഫീഡ്ബാക്ക്, ഒരു എക്സ്പീരിയൻസ്. നിങ്ങളും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യം, ഈ ഒരു സിസ്റ്റത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. സിസ്റ്റത്തിനെ എപ്പോഴും സംശയിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ ശരിയാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ലിസണിങ്.